ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഹോം ടൂർ വീഡിയോ. അപ്പോൾ ഇന്ന് ഫൈനലി എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു ഹോം ടൂർ എടുക്കാമെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നത്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് വലിച്ചു നീട്ടണം, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതൊരു ഷെയറിംഗ് അപ്പാർട്ട്മെൻ്റ് ആണ്. ഞങ്ങൾ 5 പേരും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. 2 മുറിയാണുള്ളത്. നമുക്ക് റെൻറ്റ് വന്നിട്ട് 1100 ആണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് വന്നിട്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയാം. സോ ഇതാണ് നമ്മുടെ വീട്ടിലെ എൻട്രൻസ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഫുൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് കാര്യങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതാ ഇങ്ങനെ സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറേണ്ട ഒരു ഇതാണ്. ഇവിടെ ഞങ്ങളുടെ ഷൂ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഇങ്ങനെ ഷൂറാക്കിൽ സാധനങ്ങൾ ഇത് എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ നിരന്നാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇതായതുകൊണ്ട് ഇപ്പോൾ ഒരു പെട്ടിയിലേക്കിട്ടെല്ലാം വെച്ചേക്കുവാണ്. സോ ഇതാണ് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ്. കയറി വരുമ്പോൾ ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതാ ഇവിടെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹോള്, ഇങ്ങനെയാണ് ഞങ്ങളുടെ ഹോള് കാര്യങ്ങൾ. നമ്മുടെ കിച്ചണും ഹാളെല്ലാം ഒരുമിച്ചാണ്. ഇവിടെ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സോഫ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും കഴിഞ്ഞ ദിവസം ക്ലീനൊക്കെ ചെയ്തിട്ട് ഫുൾ അവിടെ വെച്ചേക്കുവാണ്. സാധനങ്ങൾ നമ്മുടെ അടിക്കുന്ന സാധനങ്ങൾ, അതുപോലെ നമ്മുടെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ആ തുണി ഉണക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ യൂണിഫോം ജസ്റ്റ് ഞാനൊന്ന് വാഷ് ചെയ്ത് ഇട്ടേക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ തുണി ഉണക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ജനലിൻ്റെ അടുത്ത് തന്നെയാണ് ജസ്റ്റ് ഞങ്ങളിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ സോഫ, നേരെ ഇവിടെ TV, പിന്നെ അതിൻ്റെ അടുത്തൊരു കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങൾ വയ്ക്കുന്നത്. പിന്നെ ഇത് ഓരോന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കിച്ചൻ്റെതാണ്. ഇവിടെ അങ്ങനെ കബോർഡ് കാര്യങ്ങളാട്ടോ, ഓരോരുത്തരുടെ കബോർഡ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡിഷ് വാഷറാണ്. ഇവിടെ ഡിഷ് വാഷർ ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്യാറൊന്നുമില്ല. ഒരു തവണ എന്തോ ജസ്റ്റ് ഇങ്ങനെ ഓണാക്കി നോക്കിയതല്ലാണ്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ സിങ്ക് കാര്യങ്ങൾ, ഇവിടെയൊക്കെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരുത്തർ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ട് പോകും. പിന്നെ വരുമ്പോഴെല്ലാം ഇതാക്കുക. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇത് ഞങ്ങളുടെ ഓവൻ, നമ്മുടെ മൈക്രോവേവ് ഓവൻ ഉണ്ട് ഇവിടെ. നമുക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓവൻ കാര്യങ്ങൾ. ഇതും ഫുൾ കബോർഡ് കാര്യങ്ങളാട്ടോ. ഓരോരുത്തരുടെ കബോർഡ് ഉണ്ട്. ഇവിടെ നമുക്ക് മറ്റേ നോർമൽ ഓവൻ കിറ്റിൽ കാര്യങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിലും കബോർഡ്, അതിനെല്ലാ സാധനമുണ്ട്. ഓരോരുത്തർക്കും ഓരോ കബോർഡ്, പിന്നെ കോമൺ പാത്രങ്ങൾ വെക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മുടെ സ്റ്റൗ. നമ്മുടെ ഇലക്ട്രിക്കാണ്, ഇങ്ങനത്തെ ഹോബുള്ള ഇലക്ട്രിക്ക്. ഇത് മിക്കപ്പോഴും കംപ്ലൈൻറ്റ് ആവുന്നുണ്ട് നന്നായിട്ട് തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന ടെക്നീഷ്യൻ വന്ന് റെഡിയാക്കി തരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ ദാ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ്, നമുക്കിവിടെ ഒരു വലിയ ഫ്രിഡ്ജുണ്ട്. താഴത്ത് ഫ്രീസർ, മുകളിൽ ഫ്രിഡ്ജ്. ഇതിൽ ഓരോ സെക്ഷൻ ഓരോരുത്തരുടെ സാധനങ്ങളാണ് അങ്ങനെ വെച്ചേക്കുന്നതാണ് എല്ലാം. പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ, മറ്റേതൊക്കെ ഇങ്ങനെ റൂമിൽ വേസാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രീസർ കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ഒരു ഹോളിൻ്റെയും അതുപോലെ ഒരു കിച്ചൺ സെറ്റപ്പ് എല്ലാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഇത്. പിന്നെ ദാ ഇവിടെ എന്ന് പറയണത് നമുക്കിവിടെ വാഷ്റൂമാണ്. ഇവിടെ നമുക്ക് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡ്രയർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രയർ വിൻ്ററിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യില്ല. സമ്മറിൽ നമ്മൾ തുണിയെല്ലാം അവിടെ നമ്മുടെ സ്റ്റാൻഡിലാണ് ഇടാറ്. അപ്പോൾ ഇവിടെ ഡ്രയറും പിന്നെ ഇവിടെ നമ്മുടെ മെഷീനും, പിന്നെ എന്താ നമ്മളിങ്ങനെ ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ നമുക്കൊരു വാഷ് ബേസിനും അവിടെ ഒരു ക്യാബിനറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലോസറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഷവർ ഏരിയ, അവിടെയാണ് നമ്മുടെ ഷവർ ഏരിയ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു വാഷ്റൂമിൻ്റെ ഓവറോൾ ലുക്ക്. വാഷ്റൂമിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റൂം. ഇവിടെ 3 പേരുണ്ട്. ഇവിടെ ഞങ്ങൾ 2 ആളാണ് ഈ റൂമിലുള്ളത്.
അവരുടെ റൂം ഞാൻ കാണിക്കുന്നില്ല, കാരണം ലോക്കാണ്, അവരവിടെ ഇല്ല. അപ്പം എൻ്റെ റൂമിൻ്റെ കാണിച്ചു തരാം. ഇവിടെ താഴത്ത് ആരെങ്കിലും കോളിംഗ് ബെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോൺ എടുത്തിട്ട് ആരാന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് നമുക്ക് ഡോറ് ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളിലത്തേക്ക് ഒരു ഫുൾ ഓൺ വ്യൂ. നമ്മുടെ ഹോള്, കിച്ചൺ, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ, ഇതാണ് ഒരു ഫുൾ ഓൺ വ്യൂ. ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മുറി. എൻ്റെ മുറി ഇതാണ്. ഞങ്ങൾ 2 പേരാട്ടെ മുറിയിൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫുൾ റൂം. ഇവിടെ ഇങ്ങനെ സൈഡിൽ കയറി വഴിക്കുന്ന ഞങ്ങൾ വെള്ളം കുപ്പി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വെള്ളമാണ് കുടിക്കാൻ മേടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് കുടിവെള്ളം നമ്മൾ മേടിക്കണം കുടിക്കാൻ. അപ്പോൾ ഞങ്ങൾ നോർമലി ബോട്ടിൽ സാധനം മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ ക്യാൻ മേടിക്കുന്നത്. ഇതിന് €1 ആണ് 6 ലിറ്ററിൻ്റെ ഒരു ക്യാൻ. അപ്പോൾ നമ്മളത് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ കബേർഡിൻ്റെ ഇവിടെ. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ തോർത്ത്, ടവല് കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വിൻ്ററിലാണ് ഞങ്ങൾ ജാക്കറ്റ് ഇടും. പിന്നെ ആ സൈഡിൽ തന്നെ എൻ്റെ ലോണ്ട്രി ബാഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വെള്ളം, പിന്നെ ആ വെള്ളത്തിൻ്റെ ഒരു ക്യാൻ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാ ഇവിടെ സൈഡിൽ നമുക്കിങ്ങനെ ഒരു ടേബിളുണ്ട്. ടേബിളിൻ്റെ മുകളിൽ കൃഷ്ണൻ, ഗണപതിയും എല്ലാവരും ഉണ്ട്. ഇവിടെ നമ്മുടെ യേശുവൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങടെ താഴത്തേക്കും ഞങ്ങൾക്കിങ്ങനെ ഓരോ ഡ്രോവറാണ്. അത് ഓരോരുത്തരുടെ സാധനങ്ങൾ വയ്ക്കുന്നതാണ്. ഇതെൻ്റെ ഡ്രോവറാണ്. ഇതിൽ നമ്മുടെ സ്കിൻ കെയർ, മേക്കപ്പ് കെയർ അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ വയ്ക്കും. പിന്നെ ഇത് എൻ്റെ റൂംമേറ്റിൻ്റെ, ഇതും എൻ്റെ തന്നെ. നമ്മളല്ലാത്ത സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒരു റാൻഡം പോലെ വെച്ചേക്കുന്ന ഒരു ഡ്രോറ്. അടുത്തതും അവളുടെയാണ്. പിന്നെ ഇവിടെ സൈഡിൽ അവളുടെ ലോണ്ട്രി കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സൈഡും. പിന്നെ ഇവിടെ ഒരു ചെയർ ഞങ്ങളോട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു മിററുണ്ട്. ഞങ്ങൾക്കൊരു വലിയ ലോങ് മിററുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ വിൻഡോയുടെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെയാണ് മൊത്തം. വിൻഡോൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ പുറത്ത് കാണാൻ നല്ല ഭംഗിയാട്ടോ. കണ്ടോ, ആ കാണുന്നതാണ് ലിഡിൽ. അല്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ലിഡിൽ. ജസ്റ്റ് അതിൽ കൂടെ അങ്ങ് ചാടിപ്പോയി ഞങ്ങൾക്ക് ലിഡിലിൽ പോയി സാധനം പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ലിഡിൽ കാര്യം. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളും കേട്ടോ. ഇത് എൻ്റെ റൂംമേറ്റിൻ്റെ, നടുക്കത്തെ ഞങ്ങളുടെ രണ്ടാളുടെയും കോമൺ, മറ്റേ സൈഡിൽ എൻ്റെ. പിന്നെ അതിൻ്റെ മുകളിൽ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ മുകളിൽ ഇങ്ങനെ കവർ കെട്ടി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ അവളുടെ പെട്ടികൾ 3 തൊട്ട് നാട്ടിൽ നിന്ന് എൻ്റെ പെട്ടി കാര്യങ്ങൾ, സാധനങ്ങൾ. പിന്നെ എൻ്റെ യൂസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഞങ്ങളുടെ ഇവിടെ ഇൻഡക്ഷൻ ബേസ് പോലത്തെയാണ്. അപ്പോൾ അതിൽ വർക്കാവാത്ത പാത്രങ്ങളും കാര്യങ്ങളും, പിന്നെ എൻ്റെ കുക്കർ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സാധനങ്ങൾ കാര്യങ്ങൾ. പിന്നെ ബെഡ് ഞങ്ങളുടെ ഷെയറിങ് ബെഡാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്. ഇവിടെ ഞാൻ, ഇവിടെ അവൾ. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഒരു സെറ്റപ്പ്. ഇതാണ് എൻ്റെ സൈഡ്. ഈ ഒരു സൈഡ് എൻ്റെയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്ന ടെഡി ബെയറാണ് കുഞ്ഞത്. ഇത് ഞാൻ ഇവിടെ നിന്ന് ഒരു ചാരിറ്റി ഷോപ്പിൽ നിന്ന് മേടിച്ചാട്ടോ വലുത്. €1 €2 എന്തോ ആയിട്ടുണ്ടാവുള്ളൂ. നല്ല ടെഡി ബെയറാണ്, നല്ല സോഫ്റ്റ്, ഭയങ്കര. അപ്പോൾ അത് ഞാനിവിടെ ബെഡിൻ്റെ അവിടെ വയ്ക്കും. പിന്നെ ഇവിടെ എൻ്റെ സൈഡ് ടേബിൾ കാര്യങ്ങളുണ്ട്. ഇവിടെ സൈഡ് ടേബിളിൻ്റെ ഇവിടെ ഇത് എനിക്ക് അപ്പുറത്തെ റൂമിലെ ചേച്ചി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാട്ടോ. ഞാനും എൻ്റെ ബ്രദറും നിൽക്കുന്ന, ചേട്ടനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാനും ഏട്ടനും നിൽക്കുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും നിൽക്കുന്നത് വീട്ടിൽ അമ്മയും അച്ഛനും ഞങ്ങളെ ഫോട്ടോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ച്. അപ്പോൾ അത് കൊണ്ടുവന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ ആങ്ങളുടെ കൂടെ മാത്രം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ അതവിടെ ഉണ്ട്. പിന്നെ എനിക്ക് 3 ഫ്രീ ഗിഫ്റ്റ് കിട്ടിയൊരു കുഞ്ഞ് ഇതാണ്, ടൈം പീസാണ്, അതുണ്ട്. പിന്നെ ഒരു ചെറിയ ലാമ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് എനിക്ക് ഇവിടുന്ന് മെലീഹ പള്ളിയിൽ നിന്ന് മേടിച്ച ഒരു കൊന്തയുണ്ട്. പിന്നെ എൻ്റെ റൂംമേറ്റ് എന്നൊരു കൊന്തയുണ്ട്. പിന്നെ ഇതൊരു കുട്ടി കലണ്ടർ ഉണ്ട്. പിന്നെ നമ്മളുടെ സൈഡിൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നൊരിത്. പിന്നെ ഇവിടെയും സെയിം ഇതെനിക്ക് 3 കിട്ടിയതാട്ടോ. ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ ഒരു സ്റ്റാൻഡ്, അതിൽ ഞാൻ എൻ്റെ എല്ലാ ചില്ലറ സാധനങ്ങളൊക്കെ. ഇതും ഞാൻ സെയിം ഇവിടുന്ന് ഒരു ചാരിറ്റിയിൽ നിന്ന് മേടിച്ചതാണ്.
ഇതും അടുത്ത് ഞാൻ ടെമൂന്ന് മേടിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഫാൻ മേടിച്ചു, നമ്മുടെ പോർട്ടബിൾ ഫാൻ. നല്ലതാണ്, നമുക്ക് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാം, നല്ല ചൂടത്തൊക്കെ ഇത് പറ്റും. പിന്നെ ഇവിടെ ഓരോ സൈഡിലും ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ എൻ്റെ ബാഗ് കാര്യങ്ങൾ, സ്ലിംഗ് ബാഗ് കാര്യങ്ങളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഡ്രസ്സിങ് കബോർഡാണ്. ഡ്രസ്സിങ് കബോർഡ് ഫുൾ അലങ്കുലമായിട്ടാണ് കിടക്കുന്നത്, ഞാൻ ഫുള്ളി തുറക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്ന ഒരു ഡ്രസ്സിങ് കബോർഡ്. മുകളിലും നമ്മൾ ഇത് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ ഇപ്പോൾ ഞാൻ വിയറൊക്കെ അങ്ങോട്ട് വെച്ചു, സമ്മറിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങോട്ടും വെച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സീസൺ വരുമ്പോൾ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഇന്നാൾ വന്ന കുറച്ച് കൊറിയറിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴത്ത് ഇതുപോലെ എൻ്റെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ മേടിച്ചേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കയറ്റി വെച്ചേക്കുന്നതാണ് അവിടെ സാധനങ്ങൾ. ഇവിടെയും സെയിം അതുപോലെ തന്നെയാണ്. നമുക്ക് മുകളിലൊരിതുണ്ട്, നടുക്കൊരു സെൻറ്ററായിട്ട് കോമണും താഴത്തെ എൻ്റെ കോമണിലും കൂടുതൽ എൻ്റെ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ റൂമിൻ്റെ ഒരു ഇത് കേട്ടോ. ഇതാണിപ്പോൾ ഞങ്ങളുടെ റൂം വന്നിട്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് നമ്മുടെ ഹോം ടൂർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മാർട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.